ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ദിസ് ഇസ് മീ ആതിര സാം. അപ്പം ഇന്ന് നമ്മൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ വെറും ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമല്ല. ഞാനിന്ന് എവിടെ പോകുന്നതെന്ന് അറിയോ? ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ പോവാണ് കൊച്ചിയിൽ. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അപ്പം ഞാനോർ തന്നാൽ പിന്നെ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ തന്നെ അങ്ങ് ചെയ്തേക്കാം. ഞാനിതുവരെ ചെയ്തിട്ടില്ല, ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാനാണ്, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പം എൻ്റെ ഉണങ്ങിയ മുടി എന്തിനാ തോർത്തുന്നത് എന്ന് ചിന്തിക്കണ്ട. ആക്ച്വലി ഇത് നനഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഭാഗമൊക്കെ ഞാനൊന്ന് ഉണക്കിയെടുത്തതാണ്. നമ്മൾ ഭയങ്കര എന്താ പറയുക, കിഡിലായിട്ടൊന്നും മേക്കപ്പ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അത്യാവശ്യം നോർമലായിട്ട് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്തെല്ലാം കറക്റ്റാണോന്നൊന്നും എനിക്കറിയില്ല, എന്നാലും എനിക്കറിയാവുന്നതും എനിക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ ഞാനങ്ങ് ചെയ്യുന്നു. ഓക്കെ, ആദ്യം നമ്മൾ ബേബി ക്രീമാണ് തേക്കുന്നത്. ബേബി ക്രീം ഞാൻ ബേബി ക്രീമാണ് തേക്കാറ്. കുറച്ചേ തേക്കത്തുള്ളൂ, ഒത്തിരി തേക്കത്തില്ല. കാര്യം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ എണ്ണമയമൊക്കെ വരും. അത് കാരണം ഞാനങ്ങനെ ഒരുപാട് തേക്കത്തില്ല, ശലയേക്കുള്ളൂ. ഇത് ഞാൻ റീസെൻ്റ്ലി മേടിച്ച ജസ്റ്റ് ഹെർബ്സിൻ്റെ ഒരു ലിപ് ടിൻ്റാണ്. അപ്പോൾ ഞാനിപ്പം നേരത്തെ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു, പക്ഷേ റീസെൻ്റ്ലി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞാനിത് അതിങ്ങനെ ഇടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ വരും ഏകദേശം ഒരുങ്ങി തീരാറാകുമ്പോൾ. അപ്പോൾ അതങ്ങനെ കിടന്നുള്ളൂ. അതിൻ്റെ പുറത്തൂടെ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ മതി. സൺസ്ക്രീൻ അത് ഞാൻ ഇച്ചിരി കൂടുതൽ തേക്കും. അപ്പം അത് കാരണം മോയ്സ്ചറൈസർ ഇച്ചിരി കുറച്ച് വെച്ചാലും വലിയ സീനൊന്നുമില്ല. സൺസ്ക്രീൻ തേച്ച് നമുക്ക് കുറച്ച് നേരം ഒന്നിങ്ങനെ വലിഞ്ഞ് കയറട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. യൂസ് ചെയ്യുന്നത് ഇത് കളർ കറക്റ്ററാണ്. കളർ കറക്റ്റർ അതായത് നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ, എൻ്റെ സ്കിൻ ടോൺ ആക്ച്വലി എന്താ ഇച്ചിരി വാമർ അണ്ടർ ടോൺ ആണ് എനിക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് കളർ വെച്ചിട്ടാണ് ഒന്ന് കളർ കറക്റ്റ് ചെയ്യുന്നത്. പിഗ്മെൻറ്റേഷനുള്ള സ്ഥലത്ത് മാത്രം ഒന്ന് സെറ്റായി കൊടുത്താൽ മതി. ഈ സൈഡ് വെച്ചപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തോന്നി, അത് കാരണം ഈ സൈഡ് നമുക്ക് സെറ്റ് ചെയ്യാം. എനിക്കെപ്പോഴും ഈ ഫോർഹെഡ് നല്ല രീതിയിൽ ടാൻ അടിക്കും. അപ്പോൾ ഫോർഹെഡിലും എന്നിട്ട് അതിൻ്റെ ആ ഓറഞ്ച് കളറിൻ്റെ മുകളിലോട്ട് നമ്മുടെ സ്കിൻ ഷെയ്ഡിലുള്ള ഒരു കൺസീലറും കൂടെ എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മുടെ ഫൗണ്ടേഷനാണ്. കുറച്ച് ഫൗണ്ടേഷൻ മതി, ഒത്തിരി ഞാൻ ഫൗണ്ടേഷൻ ഇടാറില്ല. തോന്നില്ല കുറച്ച് ലൂസ് പൗഡർ. ലിപ്റ്റിൻ്റെ ആ ലിപ്റ്റിൻ്റെ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബ്ലഷ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഒരു കുരു വന്നിട്ടുണ്ട്. കറക്റ്റ് എവിടെയെങ്കിലും പോകാൻ നേരം ഇങ്ങനെ കുരു വരും. എല്ലാവർക്കും ഇങ്ങനെ വരുമെന്ന് തോന്നുന്നു. ഞാൻ സംസാരിച്ചിടത്തോളം എല്ലാവർക്കും എന്തെങ്കിലും പ്രത്യേക വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ ഒരു കുരിച്ചേട്ടൻ വന്നിരിക്കും. ചേട്ടൻ വരാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ സ്പോഞ്ച് ഇച്ചിരി വെള്ളം നനച്ചിട്ട് ഞാൻ എടുക്കും, എന്നിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പം എല്ലാം ഒന്ന് സെറ്റായെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കൊരു മനസ്സുഖം, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ ഇത് ചെയ്യാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ മര്യാദയ്ക്ക് ഇരിക്കാറുള്ളൂ. നമ്മൾ ഐ മേക്കപ്പ് നമ്മൾ ഒത്തിരി ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് മസ്കാര ഇടുന്നു മാത്രമേ ഉള്ളൂ. അപ്പം മസ്കാര ഇടാം.
എനിക്കും ഞാൻ 2 മസ്കര യൂസ് ചെയ്യും. എനിക്ക് ഈ മേബ്ലിൻ്റെ ലാഷ് സെൻസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ, ഇത് ബ്രഷ് നല്ല രസമാണ്. നമ്മുടെ ഇതിന് ലാഷസ് ഒക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് സ്പ്രെഡാക്കി നല്ല രീതിയിൽ ആക്കും. സോ നമ്മുടെ ഫേസ് നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇടണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ലിപ് ടിൻ്റ് ആയിട്ട് ഇടുന്നത്, അതും കൂടെ ഉള്ളൂ. അപ്പം ബാക്കി നമ്മൾ ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. നമ്മുടെ ഡ്രസ്സൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ജീൻസിൻ്റെ ഒക്കെ ഇടുന്നുള്ളൂ. അപ്പം ഇതിന് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യണം. ഹെയർ അപ്പം എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2ആയിട്ട് ബ്രെയ്ഡ് ചെയ്താലോ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് 2ആയിട്ട് സെറ്റ് ചെയ്യാം. ഇത് ഡച്ച് ബ്രെയ്ഡ്സ് ആണ്. അപ്പോൾ ഡച്ച് ബ്രെയ്ഡ് ഇച്ചിരി പാടാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. ഇത് കെട്ടാനായി നമ്മൾ ഒരെണ്ണം കെട്ടി വെക്കണം, അല്ലെങ്കിൽ നല്ല പാടാം. എളുപ്പമാണ്. അത് നമ്മളൊരു ഇത്രയും ഭാഗം എടുക്കുക. എന്നിട്ട് നമ്മൾ നോർമലി പിന്നുന്നതിൻ്റെ ഓപ്പോസിറ്റ് പിന്നുക. അതായത് നമ്മൾ നോർമലി പിന്നുന്നത് അപ്പം അത് ഇങ്ങനെ താഴോട്ട് എടുക്കുക. കണ്ട, നമ്മൾ മുകളിലോട്ടല്ലേ സാധാരണ പിന്നുന്നേ, അത് മാറ്റി താഴോട്ട് എടുക്കുക. അത്രയ്ക്ക് വലിയ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും മനസ്സിലാക്കാൻ. ഫ്രഞ്ചിൻ്റെ മറ്റേ ഇച്ചിരി കൂടിയ വെർഷനാണെന്ന് തോന്നുന്നു, ടച്ച് ആണെന്ന് തോന്നുന്നു. ഞാൻ പോയി വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി പിന്നത്തില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയത് കാരണം നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് സാധാരണ രീതിയിലല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് നേരെ തിരിച്ചായതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിക്കണം. ശ്രദ്ധ വളരെ വേണ്ടതാണ്. അതെന്താ പറ്റാത്തെ? ഈ സൈഡ് അത്ര സെറ്റായിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല, എനിക്ക് മടുത്തു. അപ്പോൾ ഞാൻ ഏകദേശം കാണിക്കാം. വലിയ സെറ്റപ്പ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണാം. അപ്പം ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഹെയർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സൈഡിലും നമുക്ക് 2 ക്ലിപ്പ് കുത്താം. നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഓക്കെ, പ്രത്യേകിച്ച് വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇത്രയ്ക്കുള്ളൂ. എടുത്തോ? ബ്യൂട്ടിഫുൾ ആണോ ഞാൻ? ഇല്ല, വെസ്റ്റ് ഓഫ് ദി ഇന്ത്യ. നേരത്തെ പറയായിരുന്നെങ്കിൽ പ്ലീസ് ലീവ് ദിസ് ഓൺ അർജന്റ്ലി. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് us. താങ്ക് യു. കളിയെക്കുറിച്ച് പ്രത്യേകിച്ച് വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ എന്നാലും കാണാനുള്ള താല്പര്യവും. അതെ, കേരളത്തിന്റെ സ്വന്തം ടീമായത് ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാട്ട് ഇസ് ദിസ്? അപ്പൊ മ്ലാച്ചത്തെ എന്റെ ബ്ലോഗിൽ പറയരുത്. അതെ, പറയടാ. നിനക്ക് ഇവന് വളരെയധികം വരാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഇവന്
അവനെപ്പോഴും ആഗ്രഹം പക്ഷെ മുതലാളി വിടത്തില്ല. ആഗ്രഹമില്ല. എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് പാറുവിൻ്റെ ഹസ്ബൻഡ് ഈ ഹൈദരാബാദ് ടീമിൻ്റെ ടീം ഡോക്ടറാണ്. അപ്പോൾ സിബു, ഹായ് സിബ. അപ്പം പുള്ളിയുടെ കെയർ ഓഫിലാണ് നമ്മളിന്ന് പോകുന്നത്. ആക്ച്വലി എനിക്കങ്ങനെ ഫുട്ബോളുമായിട്ടോ അങ്ങനെ ജനറൽ നോളജ് നല്ല കുറവാണ്. അതുപോലെ സ്പോർട്സുമായിട്ടും വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ആവേശമാണ് കാണാൻ. നമുക്ക് ആ ഒരു എന്താ പറയുക, നല്ല രസമല്ലേ അങ്ങനെ. എനിക്ക് അതിൻ്റെ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യും, നമ്മളെല്ലാ വൈബും പിടിക്കും. അത് കാരണം കുഴപ്പമില്ല. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഈ നമ്മുടെ വോളിബോൾ ടൂർണമെൻറ്റും ബാസ്ക്കറ്റ് ടൂർണമെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര നമുക്ക് ആവേശമാണ്. കാര്യം നമുക്കൊന്നും അറിയത്തില്ല, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ ഒന്നും അറിയത്തില്ലെങ്കിലും സംഭവം നമ്മൾ കണ്ട് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് നമ്മൾ നല്ല പവറിൽ നിൽക്കും. അതാണ്. സോ ഞാൻ ഇന്ന് അമ്മയുടെ കൂടെയാണ് പോകുന്നത്. അമ്മ റെഡി ആയിട്ടുണ്ട്. അമ്മ ഇന്നലെ സുന്ദരിമണിയായിട്ട് വന്നിട്ടുണ്ട്. അമ്മയെ കാണും. ഹായ് പറയൂ. നമ്മളിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാണ് കാണാൻ പോകുന്നത്. അതെ അതെ, ഓക്കെ. ഓസൽ കളിയാണ്. ബൈ ബൈ ബൈ. പപ്പ പോയി. നമ്മൾ ആക്ച്വലി നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട്. 7:30-ക്കാണ് മാച്ച് തുടങ്ങുന്നത്. പക്ഷേ ഇപ്പം എത്ര മണിയായി? 6:45. ഇതെൻ്റെ ഒരു എന്താ പറയുക, ജന്മസിദ്ധമായ ഒരു കഴിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പോയാലും ലേറ്റ് ആവുന്നത്. പക്ഷെ നമ്മളെ കൊണ്ടുപോകുന്നത് രക്ഷകൻ ചേട്ടനാണ്. രക്ഷകൻ ചേട്ടൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താ? ആണോ? ഓ, എല്ലാരും എടുത്തോണ്ടോ? ആണോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഈ വണ്ടിയല്ല, അന്ന് ഓട്ടോയാണ്. അങ്ങനെ രക്ഷകന് പേര്. പിന്നെ രക്ഷകൻ ചേട്ടന്റെ പേര് സോളമൻ അല്ലേ? സോളമൻ, സലോമോൻ, രക്ഷകൻ. ഓക്കെ, എല്ലാ പേരും ഉണ്ട്. നമ്മളെ രക്ഷിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ഇത് കാക്കനാട് ആവാറായില്ലേ? റിഫൈനറിയോ? രക്ഷകൻ ചേട്ടൻ നമ്മളെ SN ജംഗ്ഷനിൽ കൊണ്ടിറക്കിയിട്ടുണ്ട്. SN ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇപ്പം സമയം 7 മണി. 7 മണിയാകുമ്പോൾ കലൂർ എത്തേണ്ട ഞങ്ങളാണ്. ആക്ച്വലി എൻ്റെ കുഴപ്പം തന്നെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ജന്മസിദ്ധ കഴിവാണ്, ഉടനെ ഒന്നും മാറത്തില്ല. SN ജംഗ്ഷനിൽ ഞങ്ങൾ മെട്രോ കയറി പോകും. ഞാനും നേരിട്ട് അല്ല, ഞാൻ ചോദിച്ച ഒരു ഫുട്ബോൾ മാച്ച് കാണുന്നത് ഞാനും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. കോളേജിൽ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ ഒരു സെറ്റായിട്ടുള്ള നമുക്കൊരു പറ്റി പണിപാളി. നമ്മൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നതിന് പകരം കലൂർ നമുക്കറിയത്തില്ല. വീണ്ടും വിവരമില്ലായ്മ ഒരു കൂടപ്പുറപ്പായി മാറിയിരിക്കുന്നു. ഒട്ടം പറ്റി നമ്മളിപ്പം ആക്രാന്ത മൂത്ത് നമുക്ക് സംഭവം എവിടെയാണെന്ന് അറിയാൻ മേലാണ്ട് നമ്മൾ കലൂർ ഇറങ്ങിയത്. എവിടെയാണെന്ന് അറിയാൻ മേലാണ്ടല്ല, അതായത് ഈ കലൂർ സ്റ്റേഡിയം എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ JLM സ്റ്റേഡിയം ആയിരുന്നു കലൂർ സ്റ്റേഡിയം അറിഞ്ഞില്ല. സാരമില്ല, സ്ഥലം അറിയാൻ മേലാത്തതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയാണല്ലോ നമ്മൾ വഴി പഠിക്കുന്നത്. വഴി തെറ്റിയാണോ നമ്മൾ വഴി പഠിക്കുന്നത്. കറക്റ്റ് വഴിയിലൂടെ നമ്മൾ പോകുന്നത്. 6 മിനിറ്റ് കഴിയുമ്പോൾ ഇനി അടുത്ത മെട്രോയിൽ കയറിയിട്ട് അപ്പുറത്തെ സ്റ്റേഡിയത്തിൽ ഇറങ്ങാം. അതാണ് നല്ലതെന്ന് പറഞ്ഞു. താഴെ ഇറങ്ങി പോയാലും നല്ല ബ്ലോക്കാണ്, നല്ല ആളുണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ. ആക്ച്വലി കളി തുടങ്ങിയെന്ന് തോന്നുന്നു. തുടങ്ങി. നമ്മൾ ലേറ്റായി നമ്മൾ ഓടിപ്പോയി ലിഫ്റ്റിൽ കയറി ഏറ്റവും അവസാനം ഓവർലോഡായി.
നമ്മൾ രണ്ടുപേരും മാത്രം ഇറങ്ങി ലോഡ് കറക്റ്റായി. ഇപ്പം എല്ലാവരും കയറിപ്പോയി. ഞങ്ങൾ പോണ്ടേ അല്ലേ? സഡൻ സർപ്രൈസ്. ഞങ്ങൾ ഒരു വിധത്തിൽ അകത്ത് കയറി വന്ന് ഇരിക്കുകയാണ്. ഇതാണ് പാറുവിൻ്റെ ഹസ്ബൻഡ് വിനിച്ചേട്ടനെ കാണുന്നില്ല. ഹൈദരാബാദിന് ഇഞ്ചുറി. അമ്മ അവിടെ ഇരുത്തി. ആകെ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഹൈദരാബാദ് ടീമാണ്. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ ഇവളുടെ ഔദാര്യത്തിലാണ് ഞാൻ. അതാണ് നമ്മുടെ സ്നേഹം. Kerala Blasters FC 1, Hyderabad FC 1. നമ്മുടെ വിനിച്ചേട്ടൻ കഥാനായകൻ നീ വിനിച്ചേട്ടനെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഹായ് ഗായ്സ്. പറഞ്ഞു തന്നെ പറയാനുള്ളത് 1-1 നിൽക്കുന്നത്. ആരെയാണ് ജയിക്കുന്ന പറു? ഓഫ്കോഴ്സ് എനിക്ക് ഹൈദരാബാദ് ജയിക്കണമെന്നാണ്. നല്ല വാശിയേറിയ കളിയായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ പറ്റിയില്ല. സാരമില്ല, നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണല്ലോ എല്ലായിടത്തും. നമ്മൾ ഇതുവഴി ഇറങ്ങുന്നത്. എക്സിറ്റ് അവിടെ അല്ലേ? ഇതുവഴിയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും? അടിപൊളി. കേരളം തോറ്റുപോയി. അങ്ങനെ പറയാം. നമ്മൾ അടുത്ത കളി ജയിക്കും. നമ്മൾ ആന്റിക്ക് എന്നാ പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു കളി? ജയിച്ച് സന്തോഷമായി. ഹൈദരാബാദ് കേട്ടോ, നമ്മുടെ ടീമല്ല, വേറെ. ഇവര് ഹൈദരാബാദാ. കളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. മെട്രോ കയറി വേണം പോകാൻ. അപ്പു വന്ന് പേട്ടയിൽ നിൽക്കുന്ന കാരണം നമുക്ക് അപ്പും കൂടെ പോകാം. ഇനി സ്റ്റേഷൻ മാറി നമ്മൾ ഇറങ്ങത്തില്ല. നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്ന സ്റ്റേഷനിലല്ല ഇപ്പൊ. നമുക്ക് വന്നപ്പോൾ മൊത്തം അക്കിടിയായിരുന്നു. നമ്മൾ സ്നാക്സ് എടുക്കാൻ പോയിട്ട് സ്നാക്സ് തീർന്നു പോയി. എന്തൊക്കെ കഷ്ടപ്പാടാണ് ഞാൻ ആലോചിക്കുന്നത്. പ്ലാനിങ് ഇല്ല. എൻജോയ് ചെയ്തില്ലേ? പ്ലാനിങ് ഫ്ലോപ്പായി പോയി. ഫ്ലോപ്പായി പോയി. എൻജോയ് ചെയ്തില്ലേ? എൻജോയ് ചെയ്തു. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോൾ ഓക്കെ, ബൈ.